ഹരേ കൃഷ്ണ. കർമ്മഫലത്തിൽ നിന്ന് മുക്തനാകാൻ വേണ്ടിയിട്ട്, അതായത് പാപകർമ്മങ്ങളൊക്കെ അറിയാതെ ചെയ്തു പോയി ഇടയ്ക്ക് വെച്ചിട്ടൊരു പശ്ചാത്താപം ഉണ്ടാകുന്നു, ഇനി സാത്വിക മാർഗത്തിൽ ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. തിരിച്ചറിവില്ലാതിരുന്ന ഒരു കാലത്ത് ഒരുപാട് അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കർമ്മത്തിൽ ഉറപ്പായിട്ടും കർമ്മഫലത്തിൽ നമ്മൾ ബന്ധിതരായിരിക്കും. ഇതിൻ്റെ തിന്മകൾ, ഈ ചെയ്തതിൻ്റെ ഫലങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് അനുഭവിച്ച് പോയേ തീരൂ. അപ്പോൾ അതിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിനും അല്ലെങ്കിൽ ഈ കർമ്മഫലങ്ങളൊക്കെ ഇല്ലാണ്ടാക്കുന്നതിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല എങ്കിലും ഒരു പരിധി വരെ അതിൻ്റെ ശക്തി കുറയ്ക്കുന്നെങ്കിൽ ഭഗവാനിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ തുടർന്നുള്ള ജീവിതത്തിൽ നമ്മൾ പരോപകാരം ചെയ്ത് ഒരുപാട് ആളുകൾക്ക് ആശ്രയമായി അവരുടെ ദുഃഖങ്ങളകറ്റി കണ്ണീരകറ്റി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ സമ്പാദിക്കുന്നതിൻ്റെ ഒരു ശതമാനം പാവങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് അവരുടെ കണ്ണീര് തുടയ്ക്കാനും അവർക്ക് ആശ്രയമായിട്ട് ജീവിക്കാനും തീരുമാനിച്ചാൽ ഈ കർമ്മഫലത്തിൽ നിന്നൊക്കെ നിങ്ങൾ മുക്തരാകുമെന്ന് ഭഗവാൻ പറയുന്നു. ഹരേ കൃഷ്ണ.